ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും ഇനി അറിയേണ്ട ഏറ്റവും കൗതുകകരമായ കാര്യം അമേഠിയിലും റായ്ബറേലിയിലും ആരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെ കോൺഗ്രസിന്റെ നിർണായക തെരഞ്ഞെടുപ്പ് സമിതി യോഗം 8 മണിക്ക് ചേരുകയാണ്. അമേഠി റായ്ബറേലി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നാണ് അറിയേണ്ടത്. പി ബസന്ത് ചേരും വിവരങ്ങൾ നൽകാൻ. ബസന്ത്, ഇന്നത്തെ യോഗത്തിൽ ഈ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അമേഠി ഏറ്റവും കൗതുകത്തോടു കൂടി ഉറ്റുനോക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മനസ്സ്, രാഹുൽ ഗാന്ധി എവിടേക്ക് മത്സരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ, മറ്റൊരു മണ്ഡലത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചർച്ച ഇന്ന് നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ബസന്ത്? പ്രജീഷ്, മെയ് 20-നാണ് അമേഠി റായ്ബറേലി അടക്കമുള്ള 3-ാം ഘട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളത്. ഈ 4-ാം ഘട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെയ് 3 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 26 പത്രിക, അതായത് ഇന്നലെ പത്രിക സമർപ്പണം തുടങ്ങിയ അമേഠി റായ്ബറേലി ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് ഇന്ന് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ അമേഠിയിലും റായ്ബറേലിയിലും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമേഠിയിൽ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ളൊരാവശ്യം വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ ഇടയിൽ നിന്നും വന്നിട്ടുണ്ട്. അതായത് BJPക്കെതിരെ നേരിട്ട് മത്സരിക്കുന്നു എന്നുള്ള ഒരു പോരാട്ടം അത് പുറത്ത് കാണിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യമായി വന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയിലായിരിക്കുമോ റായ്ബറേലിയിലായിരിക്കുമോ എന്നുള്ളതാണ്. അമേഠി സ്വീകരിക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനിക്കെതിരെ വീണ്ടും നേരിട്ടൊരു പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു എന്ന് തന്നെ പറയാം. അതേസമയം റായ്ബറേലിയിലും, അതായത് കഴിഞ്ഞ തവണ സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച റായ്ബറേലിയിലും ചിലപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റായ്ബറേലിയിൽ അമേഠിയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതും കൗതുകകരമായ ഒരു കാര്യമാണ്. കാരണം റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര ഈ അമേഠി മണ്ഡലത്തിന്മേൽ ഒരു അവകാശവാദം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മോട് മാതൃഭൂമി ന്യൂസിനോടൊപ്പം സംസാരിച്ചപ്പോഴും അമേഠിയോട് താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നു. അവിടെയുള്ള പ്രവർത്തകർ തന്നോട് ആവശ്യപ്പെടുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം ചില അവകാശവാദങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതായാലും ആരായിരിക്കും ഈ 2 മണ്ഡലത്തിൽ എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. മോഹൻലാൽ ഗഞ്ച് അടക്കമുള്ള പല മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നത്. അതോടൊപ്പം ഈ 2 മണ്ഡലങ്ങൾ സ്വാഭാവികമായും വളരെ നിർണായകമാകുകയും രാജ്യം ഉറ്റുനോക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിലായിരിക്കുമോ അതോ റായ്ബറേലിയിലായിരിക്കുമോ മത്സരിക്കുക, പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഇറങ്ങുമോ എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രജീഷ്, ഇന്ന് 8 മണിക്കാണ് വിവരങ്ങൾ നൽകിയത്. അമേഠിയിലും റായ്ബറേലിയിലും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യമാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് നിർണായകമായ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ്.